ഗോദയിലെ ഹീറോയെ കാണിക്കാൻ ഞാൻ, പക്ഷെ ഇപ്പോഴത്തെ ഹീറോ 9 ധർമ്മേട്ടൻ, 9 കാട്. ഈ ഓൺലൈനിൽ വന്നിങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും നേരിട്ട് തന്നെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച ആൻമറിയ കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രേതം ഇന്നിറങ്ങി. ഒരുപാട് ടെൻഷനൊക്കെ ആയിരുന്നു ഇന്നലെ ഇന്നൊക്കെ. കാര്യം നമ്മളൊക്കെ സീരിയസ് ആയിട്ട് സിനിമ ഓടണം എന്ന് ആഗ്രഹിച്ച് തന്നെ, നിങ്ങളെ എൻ്റർടൈൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തന്നെ ചെയ്യുന്ന സിനിമകളാണ്. അപ്പം ആ ഒരു പിരിമുറുക്കത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് റിലാക്സേഷൻ തന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ഏഞ്ചലാണ് ആൻമറിയയിൽ. അപ്പം ഞാൻ ആ ഏഞ്ചലല്ല, പക്ഷേ നമ്മളെ ചിരിപ്പിച്ചൊരു ഏഞ്ചലുണ്ട്, വലിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേ. ഞാൻ ആ ഏഞ്ചലിലോട്ട് പോകാം. ഹലോ, ഹായ്, നമസ്കാരം. ആൻമരിയ കലിപ്പിലാണ് എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. നല്ല സിനിമയാണ്, നല്ല അഭിപ്രായം കിട്ടിയിരിക്കുന്ന സിനിമയാണ്. എല്ലാവരും കണ്ടവരെല്ലാം നല്ല ഹ്യൂമറുണ്ട്, നല്ല മെസ്സേജുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സിനിമയാണ് ആൻമരിയ കലിപ്പിലാണ്. അതുപോലെ തന്നെ നമ്മുടെ അജു പറഞ്ഞതുപോലെ തന്നെ ധർമ്മേട്ടനും ഞാനും ഉണ്ട് പ്രേതം. അതെ, ധർമ്മജനും ഇതിനകത്തുണ്ട്. നമ്മളിപ്പോ ഗോദയുടെ സെറ്റിലാണ്. അതെ അതെ, ബേസിൽ ജോസഫ്, കുഞ്ഞിരാമായണം ചെയ്ത ബേസിലിന്റെ സെറ്റില്. ഞാൻ ഇത് കഴിഞ്ഞ് നിങ്ങളെ ഷൂട്ടിന്റെ ഒരു ജസ്റ്റ് എല്ലാം ഒന്നും കാണിച്ചു തരാൻ പറയല്ലേ, എന്നെ ഈ പടത്തിൽ നിന്ന് പറഞ്ഞു ഞാനൊന്ന് കാണിക്കാം. ഇതൊരു ചെറിയൊരു എന്താ ഒരു ഇടിഞ്ഞ് നടക്കുന്ന ഒരു ഗോദ, എന്താ ഇതൊരു അന്തരീക്ഷമാണ്. നമ്മളൊരു സെറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം ഇന്നും റിലീസായ പടങ്ങളെല്ലാം അതുതന്നെ പ്രേതം, അതുപോലെ രഞ്ജൻ പ്രമോദ് സാറിൻ്റെ അറിയാലോ, നല്ല സിനിമകൾ എടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 2 സിനിമകൾ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാം നല്ല സിനിമകളാണ്. അത് 2ലും അജു വർഗീസ് ഉണ്ട്. മൂന്നാമത്തെ സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ? പുണ്യാളനും സുധി വാൽമീകും കഴിഞ്ഞ് രഞ്ജിത്ത് സാർ ചെയ്താണ്. എനിക്കെപ്പോഴും നമുക്ക് തോന്നിയ ഒരു കാര്യം വെച്ചേട്ടാ, അദ്ദേഹം സിനിമ ചെയ്യുമ്പം അതിലെപ്പോഴും ഈ സിനിമ മാത്രമല്ല, ഞാൻ അതിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയുന്നത്, ആൻമറിയ കലിപ്പിലാണും പ്രേതവും നോക്കിക്കഴിഞ്ഞാൽ 2ലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ പറയാൻ കാരണം, ആൻമറിയ കണ്ടിറങ്ങുമ്പോൾ കുട്ടികൾ ഡിവേഴ്സ് എന്നുള്ള വാക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല. അത് വരെ നമ്മുടെ വീടുകളിലൊക്കെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു, അത് ഒരിക്കലും അത് സംഭവിക്കരുത്. കാര്യം കുട്ടികളാണ് ഒരു കുടുംബത്തിന്റെ ഐശ്വര്യം, ഫ്യൂച്ചർ. അപ്പൊ അതിനെക്കുറിച്ചാണ് ആൻമറി സംസാരിക്കുന്നത്, പക്ഷെ വേറൊരു രീതിയിൽ തമാശ ഉൾപ്പെടുത്തി. പ്രേതത്തിൽ പറയുന്ന ഒരു കാര്യം, ഇന്നത്തെ ഈ ന്യൂ മീഡിയ ടെക്നിക്സ് നമുക്കറിയാം, വാട്സപ്പ്, ഇത് ഫേസ്ബുക്ക്, കുറേ മൊബൈൽ ടെക്നോളജി, അതിൽ വരുന്ന പ്രശ്നങ്ങൾ, പിഴകൾ, ആ ലൂപ്പ് ഹോൾസിനെ നമ്മൾ വളരെ തെറ്റായി ഉപയോഗിച്ച് അതിൽ നിന്ന് പേഴ്സണൽ ഡാമേജസ് പലർക്കും ഉണ്ടാകുന്നു. അതിനെതിരെ ശക്തമായ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് പ്രേതം. അതൊരു ഹൊറർ ഫണ്ണി മൂവി ആണെങ്കിൽ കൂടി ഈ 2 ചിത്രങ്ങളും തീർച്ചയായിട്ടും സൊസൈറ്റിക്ക് എന്തെങ്കിലും ഒരു രീതിയിലൊരു മെസ്സേജ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നല്ലതെന്ന് ഞാൻ പറയാൻ കാരണം, തുടക്കകാലങ്ങളിൽ ഒരു നടൻ എന്നുള്ള നിലയിൽ ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. നമുക്ക് അതിലൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നൊന്നും എല്ലാവരും കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പം ഒരു സിനിമ ചെയ്യുമ്പം ചേട്ടനും തോന്നാറില്ലേ? അതുകൊണ്ട് ഇപ്പം നമ്മൾ പിള്ളേർ തീർച്ചയായിട്ടും വളർന്നു വരുന്നു. സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് വേണം എന്നുള്ളൊരു ആഗ്രഹം ന്യായമായി, അല്ലാതെ ഒരു പ്രീച്ചിങ് ആവരുത്. സിനിമയിൽ ബ്ലെൻഡ് ചെയ്ത് അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അത് ഈ 2 ചലച്ചിത്രത്തിലും ഉണ്ട്. അപ്പം നമുക്ക് സെറ്റിലോട്ട് പോവാം. അവിടെ എവിടെയെങ്കിലും ധർമ്മേട്ടൻ ഉണ്ടെങ്കിൽ നമ്മൾ കാണിച്ചു തരാം. ഐറ്റത്തെ കിട്ടാൻ ഭയങ്കര. എന്തായാലും എന്റെയും കൂടി ഒരു അപേക്ഷയാണ്, പ്രേതം എന്ന സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. നല്ല സിനിമയാണ്. അതിനകത്ത് അത്യാവശ്യം എന്താണ് വലിയ പേടിപ്പിക്കുന്ന അതിഭീകരമായ രംഗങ്ങളൊന്നും അല്ലെങ്കിൽ തന്നെ നല്ല ഹൊറർ ചിത്രം, ഒരു കോമഡി. ഗിരിരാജൻ കോഴിയില്ലേ, ഷറഫ്, അത് തന്നെ ഷറഫും ധർമ്മേട്ടനാണ് കോമഡി ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തത്. ഞങ്ങളുടെ നമ്മൾ 28 കളിക്കുന്നത് നമ്മുടെ ഗുലാം തുർപ്പാണ് ഷറഫ്. 9 ധർമ്മേട്ടൻ, 9 കാട്. അയ്യോ, എന്നെ കൊല്ലും, തെറ്റിദ്ധരിക്കണ്ട. 9 വെച്ചാൽ ചീട്ടുകളിൽ 28 എന്നുള്ള കളിയില് ജാക്കാണ് പരിസ്, പിന്നെ 9 അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പൊ എല്ലാവരും ഈ 2 സിനിമയും കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം. നല്ല സിനിമകളാണ്, നല്ല സിനിമകൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണണം. രഞ്ജിത്തേട്ടൻ വന്നിട്ടുണ്ട്. രഞ്ജിത്തേട്ടാ നമസ്കാരം. നമ്മൾ ചുമ്മാ ഒന്ന് ഇവിടെ ഇരുന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രേക്ഷകരിലോട്ട് ഇത് നമുക്ക് നമ്മുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എനിവേസ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലൊക്കേഷൻ ഒന്ന് കാണിക്കാം. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ ഒറ്റപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒറ്റപ്പാലത്ത് ഇതൊരു നമ്മൾ ഷൂട്ട് ചെയ്യുന്നൊരു വീട്ടിലാണ്
ടൊവിനോയുടെയും രഞ്ജി പണിക്കർ സാറിൻ്റെയും വീടാണ്. അപ്പോൾ ആ വീട്ടിലാണ് ഈ കഥയുടെ മുഖ്യമായ ഒരു ലൊക്കേഷൻ. പിന്നെ ഷൂട്ട് പഞ്ചാബിലുണ്ട്. എന്താണ് ഗുസ്തി പിടിക്കണ അതിന്റെ എന്താണ് അക്കാറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അതിപ്പോൾ എനിക്ക് തോന്നുന്നു കാണിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ തൽക്കാലം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസ് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതാണ് ആ ലൊക്കേഷനൊക്കെ. ഇതാണ് സെറ്റ്, നമ്മുടെ സെറ്റ്. ഇവിടെ ക്രൂ വർക്ക് ചെയ്യുന്നു. ഇന്ന് വലിയ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന ഇന്ന് ഫൈറ്റാണ്. അപ്പോൾ ഫൈറ്റിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ക്രെയിനൊക്കെ ആവശ്യമുണ്ട്. സേഫ്റ്റി മെഷറൊക്കെ നോക്കണം. നമ്മുടെ ക്യാമറ ടീം റെഡി ആവുന്നു. അവരത് ഇപ്പം എല്ലാം സെറ്റപ്പ് ആക്കി വന്ന് അകത്ത് നമ്മളുടെ ക്രെയിനിൽ എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ്. ഇത് പിന്നെ നമുക്ക് പറ്റിയൊരു ഐറ്റം അല്ലാത്തതുകൊണ്ട് നമ്മളതിലൊന്നും കയറി ഇടപെടല്ലേ. നമ്മുടെ ഗോദ ക്രൂ ഇതെല്ലാവരും ഉണ്ട്. ഞാനൊരു കാര്യം ഇത്രയും പൊക്കത്ത് നിൽക്കാം. എല്ലാവരും കൊടുക്കുമോ? ഒരു ലൈവ് കണ്ടിട്ട് കുറെ നാളായിരുന്നു. നമ്മുടെ സംവിധായകനെ ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഭാഷാണ്ണൻ. നമ്മുടെ ഫോക്കസ് പുള്ളിയുടെ കയ്യിലാണ്. ഏതൊരു സിനിമയുടെയും വളരെ അത്യാവശ്യ ഘടകമാണ് ഭാഷ. ഫോക്കസ് ഫുള്ള്. ഒരുപാട് സിനിമകൾ സെൽഫി തൊട്ടുള്ള പരിചയമാണ്. ഡയറക്ടർ ഉണ്ടോ? ഡയറക്ടർ നമുക്ക് ഡയറക്ടറിനെ കാണാം. ഇത് സച്ചു, ഇത് ജിതിൻ ലാൽ. ഇവരൊക്കെ ടീം ചീഫ് അസോസിയേറ്റ് ആണ്. നമ്മുടെ യൂണിറ്റിലെ ചേട്ടൻ ബേസിൽ. ഇത് കൂറ, നമ്മുടെ ക്യാരക്ടർ. ഗോദയിലെ ഹീറോയെ കാണിക്കാൻ ഞാൻ, പക്ഷെ ഇപ്പോഴത്തെ ഹീറോ ഗപ്പിയില് നമ്മളെ എന്താ പറയാ ഞെട്ടിച്ച തേജസിന്റെ രൂപമാറ്റം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഗപ്പിയില് ദാസനായിട്ട് എവിടുന്ന് തുടങ്ങി അവിടെ താങ്ക് യു വെരി മച്ച്.